നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ മാറി നിൽക്കട്ടെ എന്ന NCP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിന്റെ പ്രസ്താവനയ്ക്കെതിരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റസാഖ് മൗലവി. ശശീന്ദ്രൻ മാറി നിൽക്കട്ടെ എന്ന് പറയാനുള്ള അവകാശവും അർഹതയും മുക്കം മുഹമ്മദിനില്ല. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പാർട്ടിക്കാണ് അധികാരമെന്നും റസാഖ് മൗലവി 24-നോട് പറഞ്ഞു. അത് പറയാനുള്ള ഒരു അവകാശമോ അർഹതയോ രാഷ്ട്രീയമായോ ധാർമ്മികമായോ മുക്കം മുഹമ്മദിന് ഇല്ല. അദ്ദേഹം തികഞ്ഞ അച്ചടക്ക ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അധികാരം പാർട്ടിക്കാണ്. സമീർ ബിൻ കരീം. സമീർ, റസാഖ് മൗലവി ആഞ്ഞടിക്കാണല്ലോ. ഹാഷ്മി, റസാഖ് മൗലവി ഈ മുക്കം മുഹമ്മദിനെതിരെ ആഞ്ഞടിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് എ കെ ശശീന്ദ്രൻ മാറി നിൽക്കട്ടെ എന്ന് പറയാൻ മുക്കം മുഹമ്മദിന് യാതൊരുവിധ അവകാശമോ അർഹതയോ ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം നടത്തിയിരിക്കുന്നത് തികഞ്ഞ അച്ചടക്ക ലംഘനമാണ് എന്നും ഈ റസാഖ് മൗലവി ചൂണ്ടിക്കാണിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായി ഇതിനു മുൻപ് ഇത്തരം ഒരു പ്രസ്താവന നടത്തുന്നത് ഇത് ഏതൊരു സാഹചര്യത്തിലാണെന്ന് അറിയില്ല. ഇത് പാർട്ടിയാണ് ഈ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. മാത്രമല്ല ഈ സീറ്റ് വിഭജനം അടക്കം LDF-ൽ നടക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും പാർട്ടിയെ ആര് മത്സരിക്കണമെന്ന കാര്യത്തിലേക്കൊക്കെ തന്നെ കടക്കും. അതിന് മുന്നോടി ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് തീരെ ശരിയായില്ല എന്നുള്ള അഭിപ്രായമാണ് ഈ റസാഖ് മൗലവി വ്യക്തമാക്കുന്നത്. മാത്രമല്ല ദേശീയ നേതൃത്വമാണ് ഇത്തരം ഒരു തീരുമാനം എടുക്കേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് എ കെ ശശീന്ദ്രൻ അനിവാര്യമായ സംസ്ഥാന രാഷ്ട്രീയത്തിലെ അനിവാര്യമായ ഒരു നേതാവാണ് എന്നുകൂടി റസാഖ് മൗലവി പറഞ്ഞു വെക്കുമ്പോൾ എ കെ ശശീന്ദ്രൻ മത്സരിക്കണമെന്ന് തന്നെയാണ് ഈ റസാഖ് മൗലവിയുടെ അഭിപ്രായം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല, ഒരു തർക്കവുമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ മുക്കം മുഹമ്മദ് ഒരു പ്രസ്താവന ഇറക്കി. അദ്ദേഹം പറഞ്ഞത് എ കെ ശശീന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കട്ടെ, സ്വയം വിരമിക്കട്ടെ എന്നുള്ളതായിരുന്നു അദ്ദേഹം നടത്തിയ പ്രസ്താവന. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ റസാഖ് മൗലവിയും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ രംഗത്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.